ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി തയ്യാറാക്കാം. ഓരോ സ്ഥലത്തും ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കുന്നതിൽ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പരിപ്പ് കറിയും അല്പം നെയ്യും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ചെറുപയർ പരിപ്പൊന്ന് വറുത്തെടുക്കണം. 250 ml കപ്പിന് 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി പോകും. അപ്പോൾ ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്നും ഇത് വറുക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ പരിപ്പ് ഞാൻ കഴുകിയിട്ടില്ല. വറുത്തെടുത്ത ശേഷമാണ് ഇത് കഴുകിയെടുക്കുന്നത്. ഇത് 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കടുക് താളിച്ചും കടുക് താളിക്കാതെയും ഇത് തയ്യാറാക്കിയെടുക്കാം. കടുക് താളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനം അരപ്പൊക്കെ ചേർത്ത ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്താൽ മാത്രം മതി. ഞാനിവിടെ കടുക് പൊട്ടിച്ച ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത പരിപ്പ് പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വിസിൽ വരുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ എണ്ണ ചേർത്തിട്ടില്ല. ഈ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങയും 2 പച്ചമുളകും 1 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നല്ലതുപോലെ അരഞ്ഞു വരുന്നതിന് വേണ്ടി പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ പ്രഷർ കുക്കറിലേക്ക് തന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് ക്ലിയറായിട്ട് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊരു കടായിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഈ പ്രഷർ കുക്കറിലേക്ക് തന്നെ അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ വേവിച്ചെടുത്ത പരിപ്പ് ഒരു കടായിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇതിലേക്ക് നമുക്ക് അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഈ പരിപ്പിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചാറാണ് ഇതിന് ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പായതുകൊണ്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് കട്ടിയാകും. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അരപ്പിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നെയ്യ് മാത്രം വേണമെങ്കിലും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കടുക് താളിച്ചും ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ പരിപ്പ് കറി ഇവിടെ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണിത്. ഇപ്പോൾ ഇവിടെ പരിപ്പ് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ചാലും മതി. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.